ആക്സസറീസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഫുൾ സ്ക്രീൻ വീഡിയോസ് എടുക്കാനും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കണം, പക്ഷേ കയ്യിൽ ആക്ഷൻ ക്യാമറ ഇല്ല, ഒരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ആക്ഷൻ ക്യാമറയിൽ വീഡിയോസ് എടുക്കുന്നത് പോലെ വീഡിയോസ് എടുക്കാമെന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു 3 രീതിയിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. ഒന്ന് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ട്, അതും അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് മൗണ്ട് ചെയ്തിട്ട്, അതായത് ആക്ഷൻ ക്യാമറ ഉപയോഗിച്ച് ഇവിടെയൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ തന്നെയും മൊബൈലും മൗണ്ട് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ആക്സസറീസ് ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ആമസോണിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊബൈൽ ഫോൺ എങ്ങനെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ നോക്കാം. ഏകദേശം ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഹെൽമെറ്റിൽ ഫോണും മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ആക്ഷൻ ക്യാമറ ഹെൽമെറ്റ് മൗണ്ട് നമ്മുടെ ഹെൽമെറ്റിൽ MC ഉപയോഗിച്ച് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ആക്ഷൻ ക്യാമറയും ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിന് വേണ്ടിയും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ ടോപ്പിൽ വെച്ചാണ് വീഡിയോ എടുക്കേണ്ടതെങ്കിൽ ടോപ്പിലും ഇതേപോലെ തന്നെ ഈ ഒരു ഹെൽമെറ്റ് മൗണ്ട് MC ഉപയോഗിച്ച് ഫിക്സ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് MC ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഒരു ചിൻ സ്ട്രാപ്പ് വരുന്നുണ്ട്, അത് വാങ്ങിച്ചിട്ടും ഈ ഒരു മൗണ്ടിന് പകരം അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹെൽമെറ്റിൻ്റെ ടോപ്പിലാണ് ഫസ്റ്റ് ഫോൺ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ MC ഉപയോഗിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മൗണ്ടിലേക്ക് ഈ ഒരു മൗണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മൗണ്ടിലേക്ക് ഒരു ട്രൈപോഡ് അഡാപ്റ്റർ സ്ക്രൂ, മറ്റൊരു സ്ക്രൂ ഉപയോഗിച്ച് അതും അവിടെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു മൊബൈൽ ഹോൾഡറാണ്. ഈ ഒരു മൊബൈൽ ഹോൾഡർ നമ്മൾ നേരത്തെ അവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രൂവിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ ആക്സസറീസിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഏകദേശം ഒരു 500 രൂപ ആ റേഞ്ചിലായിരുന്നു ഇതിൻ്റെ മൊത്തത്തിൽ പ്രൈസ് വന്നിരുന്നത്. ഇപ്പോഴത്തെ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്കിതിൽ ഫോൺ ഹോൾഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ വിഡ്ത്തിനനുസരിച്ച് ആ ഒരു ഹോൾഡറിൻ്റെ സ്ക്രൂ ലൂസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫോൺ വെച്ച് ആ ഒരു സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നല്ല സ്റ്റഡി ആയിട്ട് അവിടെ നിന്നോളും. ആ ഒരു ഹോൾഡർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹോൾഡറാണ്, അങ്ങനെ ഊരിത്തെറിച്ച് പോകാനുള്ള സാധ്യതയൊന്നുമില്ല ഫോൺ. ഞാൻ കുറേ പ്രാവശ്യം ചെക്ക് ചെയ്താണ്. ഇനി വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിന് സെപ്പറേറ്റ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ലെൻസ് ഉപയോഗിച്ച് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം കുറച്ചും കൂടി ഒരു ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലുള്ള വീഡിയോ കിട്ടും. ഇനി ഈ രീതിയിലെടുത്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇനി ഹെൽമെറ്റിൻ്റെ ടോപ്പിൽ വെച്ച് വീഡിയോ എടുക്കേണ്ട, ചിൻ മൗണ്ടായിട്ട് വീഡിയോ എടുത്താൽ മതിയെങ്കിൽ നമുക്കിനി എക്സ്ട്രാ വേണ്ട ഒരു ആക്സസറീസ് എന്ന് പറയുന്നത് ഈ ഒരു ജെ മൗണ്ട് മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം ആക്സസറീസും സെയിം മെത്തേഡുമാണ്. ഈ ജെ മൗണ്ട് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ഒരു വീഡിയോയുടെ ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിൻ മൗണ്ടായിട്ട് ഉപയോഗിക്കും, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ജെ മൗണ്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഹെൽമെറ്റിൻ്റെ ടോപ്പിൽ വെച്ചെടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക ഈ രീതിയിൽ ചിൻ മൗണ്ടായിട്ട് ഉപയോഗിച്ച് വീഡിയോ എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഈ രീതിയിലെടുത്ത വീഡിയോയും കൂടി നമുക്ക് നോക്കാം. ഫോണിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ചാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള വീഡിയോ കിട്ടാൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടി സൂം ആയിട്ടുള്ള, അതായത് ബൈക്കിൻ്റെ ഭാഗങ്ങളൊന്നും കിട്ടാത്ത രീതിയിലായിരിക്കും വീഡിയോ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫോണിന് സ്യൂട്ടായിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ ഇതേ രീതിയിൽ മൊബൈൽ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ ബൈക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബൈക്കിൻ്റെ റൈഡിങ് പൊസിഷൻ അനുസരിച്ച് ഈ വീഡിയോയുടെ ആംഗിൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ആമുണ്ട്, അത് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ടൊരു പ്രശ്നം ഉണ്ടാവുക, ചിലപ്പോൾ നിങ്ങളുടെ ഫോണിന് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ വീഡിയോ ഷെയ്ക്ക് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി ഒരു ഫീൽഡ് ഓഫ് വ്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ഇത്തരം റോഡുകളിൽ സ്റ്റെബിലൈസേഷൻ ഒരുപാട് ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോണിന് സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിലും നിങ്ങളെടുത്ത വീഡിയോ, നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് പോയിട്ട് ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനടിയിൽ സ്റ്റെബിലൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എടുത്ത വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിനി മൊബൈൽ ഫോൺ ഇതുപോലെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല, ചെസ്റ്റിലോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒക്കെ വെച്ച് വീഡിയോ എടുത്താൽ മതിയെങ്കിൽ അതിനും ആക്സസറീസ് ഉണ്ട്, ആ രീതിയിലും ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഞാൻ
മൊബൈൽ ഫോൺ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തെടുത്ത വീഡിയോ ആണ്. ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൊറിസോണ്ടൽ ടൈപ്പ് ഫുൾ സ്ക്രീൻ വീഡിയോസ് എടുക്കാനും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.